നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടിയിൽ മനംനൊന്ത് യുവാവ് ജീവനൊടുക്കി. കാഞ്ഞാണി ചെമ്പൻ വീട്ടിൽ വിനയന്റെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. കുടിശ്ശിക തുക അടയ്ക്കാനായി നിരന്തരമായി ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടതായും ഇന്ന് വീടൊഴിയാനും താക്കോൽ കൈമാറണമെന്നും ബാങ്ക് പ്രതിനിധി അറിയിച്ചിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൺട്രോൾ റൂമിലെ SA റാങ്കുള്ള ഡ്രൈവർ മേത്തല എൽത്തുരുത്ത് സ്വദേശി 55 വയസ്സുള്ള രാജുവാണ് മരിച്ചത്. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് രാജുവിനെ വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്നമനടയിൽ പാടത്തെ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. അന്നമനട പാലശ്ശേരി ചെഞ്ചിരിച്ചാലിലെ ആളൊഴിഞ്ഞ പാടത്തെ പുല്ലിനാണ് തീപിടിച്ചത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. ആളപായമില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാൻ ശ്രമം നടത്തി. കൊടുങ്ങല്ലൂരിലെ കീഴ്ത്തളിയിൽ വ്യാപാര സ്ഥാപനത്തിൽ 3 മാസത്തിനിടയിൽ 6ാം തവണയും മോഷണം. കീഴ്ത്തളി ബിഷപ്പ് ഹൗസ് റോഡിന് എതിർവശത്തുള്ള കളപ്പുരയ്ക്കൽ വിശ്വനാഥന്റെ ഉടമസ്ഥതയിലുള്ള KNR സ്റ്റോഴ്സിലാണ് 6ാം തവണയും മോഷണം നടന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. മാളയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മോഷണ ശ്രമം. ഇന്ന് പുലർച്ചെയോടെ മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള വികാസ് മണി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് മോഷണ ശ്രമം നടന്നത്. പൂട്ട് പൊളിച്ച മോഷ്ടാവ് അകത്തേക്ക് കടന്നെങ്കിലും ലോക്കർ തുറക്കാൻ സാധിക്കാത്തതിനാൽ ഒന്നും മോഷ്ടിക്കാനായില്ല. നഗരസഭയുടെ റോഡിനെ ചൊല്ലി അയൽക്കാർ തമ്മിൽ തർക്കം. ഒരാൾക്ക് വെട്ടേറ്റു. ചാലക്കുടി IQ റോഡിൽ മേലേത്ത് വീട്ടിൽ രാജേഷിനാണ് വെട്ടേറ്റത്. കൈക്ക് വെട്ടേറ്റ രാജേഷിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിയായ ഇന്ദുവിലയിൽ CL ആന്റോയെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. ചിമ്മിനി പാലപ്പിള്ളി ജനവാസ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പതിവായതോടെ ജനജീവിതം ദുരന്തത്തിൽ. വനം വകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം. ആനപ്പേടിയോടൊപ്പം ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം കൂടി കണ്ടെത്തിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. അടുത്തടുത്ത ദിവസങ്ങളിൽ പാലപ്പള്ളിയിൽ പുലി ഇറങ്ങി പശുവിനെ കൊന്നിരുന്നു. കരിവന്നൂരിൽ വലിയ പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. ചിറക്കൽ സ്വദേശി കാരോട്ടി വീട്ടിൽ ട്രിസിയാണ് പുഴയിൽ ചാടിയത്. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. നടന്നു വന്നിരുന്ന യുവതി പാലത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് പുഴയിലേക്ക് ചാടുകയായിരുന്നുവെന്ന് പറയുന്നു. മാള മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. മാള വടമയിൽ കുടിവെള്ളം ലഭിച്ചിട്ട് 22 ദിവസം പിന്നിടുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു. ജലനിധി ഓഫീസിൽ വിളിച്ചപ്പോൾ കൃത്യമായ മറുപടി ലഭിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. AICC അധ്യക്ഷൻ മല്ലികാർജുനൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്യുന്ന മഹാജനസഭയുടെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ആദ്യഘട്ട പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് സമ്മേളനം വേദിയാകും. ഫെബ്രുവരി 4 വൈകിട്ട് 3 തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മഹാജനസഭ 1 ലക്ഷത്തിലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയ സമ്മേളനമായാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.